സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ഒരു കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും ഏറെ നാളായിട്ട് കാത്തിരുന്ന അമ്മയും മകളും കണ്ടുമുട്ടുന്ന ഒരു മുഹൂർത്തത്തിൻ്റെ പ്രൊമോയാണ് കേട്ടോ വന്നിരിക്കുന്നത്. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുമായിരുന്നു ഷാമ. കൃഷ്ണൻ്റെ ഭക്തിഗാനമായിട്ടുള്ള കാർമുകിൽ വർണ്ണ എന്നുള്ളൊരു പാട്ടാണ് ഷാമ പാടിക്കൊണ്ടിരുന്നത്. അങ്ങനെ പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ ഷാമക്ക് വല്ലാതൊരു അസ്വസ്ഥത വരികയും തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരാത്തതുപോലെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയും ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് തന്നെ അന്നത്തെ റെക്കോർഡിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള ശ്രീയും അവിടുത്തെ മാനേജറും എല്ലാവരും വന്ന് ഷാമയോട് ഇപ്പോൾ ഓക്കെ ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഷാമക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുള്ളതായിട്ട് അവർ അറിയിക്കുവാണ്. എന്നെക്കൊണ്ട് പറ്റാഞ്ഞിട്ടാ ശ്രീ, മറ്റാരെങ്കിലും എനിക്ക് പകരമായിട്ട് പാടാൻ കൊണ്ടുവരാൻ പറ്റുമോ? അന്നേരം അത് കേൾക്കുന്നതും ശ്രീ പറയണേ, അത് പിന്നെ ഷാമ മാഡത്തെ കൊണ്ട് തന്നെ പാടിക്കണമെന്ന് പ്രൊഡ്യൂസർക്ക് നിർബന്ധമുണ്ട്. എന്താണെങ്കിലും മാഡത്തിൻ്റെ അവസ്ഥ വെച്ച് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. മാഡം പൊക്കോളും, ഞങ്ങൾ മറ്റാരെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെ പറഞ്ഞ് ഷാമയെ പറഞ്ഞു വിടുവാണ്. അതിനുശേഷമാണ് ശ്രീ രാധികയുടെ കാര്യം ഓർക്കുന്നത്. അന്ന് ഇതിനു മുമ്പ് ഒരിക്കൽ ശ്യാമക്കൊപ്പം രാധിക വിനയപ്രസാദിനി മാമിൻ്റെ കൂടെ വന്ന സമയത്ത് പാട്ട് പാടിയിട്ടുണ്ടല്ലോ, ആ കാര്യം ഓർക്കുവാണ്. അന്ന് തന്നെ എല്ലാവരും പറഞ്ഞതാ രാധികയുടെ ശബ്ദവും ശ്യാമ മാഡത്തിൻ്റെ ശബ്ദവും ഒരുപോലെയാണെന്ന്. അതുകൊണ്ട് തന്നെ ശ്യാമ മാഡത്തിന് പകരം ഈ പാട്ട് പാടാനായിട്ട് ഏറ്റവും യോജിച്ചത് രാധിക തന്നെയാണ്. എത്രയും പെട്ടെന്ന് രാധികയെ നമുക്കിവിടെ എത്തിക്കണം. അങ്ങനെ ശ്രീയും കൂട്ടരും രാധികയെ കണ്ടെത്തി രാധികയെ പാട്ട് പാടാനായിട്ട് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരുവാണ്. അങ്ങനെ ശ്യാമക്ക് പകരമായിട്ട് ആ സിനിമയിലെ ആ ഒരു പാട്ട് രാധിക തന്നെ പാടുവാണ് കേട്ടോ. വളരെ മനോഹരമായി രാധിക റെക്കോർഡിംഗ് ഒക്കെ പൂർത്തിയാക്കുവാണ്. അതിനുശേഷം ശ്രീ പാട്ടുപാടിയ രാധികയെ ഒത്തിരി അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സത്യം പറയാമല്ലോ, ശ്യാമ മഠത്തിൻ്റെ അതേ ശബ്ദം തന്നെയാണ് കുട്ടിക്കും. അന്ന് കുട്ടിയാണ് പാട്ടുപാടിയതെന്ന് അറിഞ്ഞപ്പോൾ ശ്യാമ മഠത്തിന് ഒത്തിരി സന്തോഷമായി. കുട്ടിയെ കാണണമെന്നും പറഞ്ഞ് ആഗ്രഹത്തോടെ വന്നതാ. അപ്പോഴേക്കും നിങ്ങൾ പോയിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാകുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണത ആ അമ്മയാ. എനിക്കും ഒരിക്കലെങ്കിലും ആ മാഡത്തെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ശ്യാമ മാഡത്തിൻ്റെ ഒരു പാട്ട് മാഡത്തിന് പകരം ഞാൻ പാടുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമോ. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്നും പാട്ടൊക്കെ പാടിയിട്ട് പോകുവാണ്. ഈ സമയം ശ്യാമ സ്റ്റുഡിയോയിൽ എത്തുന്നുണ്ട്. അങ്ങനെ ശ്യാമക്ക് പകരം പാടിയ ആ കുട്ടിയുടെ പാട്ട് ശ്യാമയെ കേൾപ്പിച്ചു കൊടുക്കുവാണ് കേട്ടോ. അവരെല്ലാവരും അങ്ങനെ ആ പാട്ട് കേട്ട് ശ്യാമ തൻ്റെ മകളെ തിരിച്ചറിയുവാണ്. എൻ്റെ മകള് അവൾ തന്നെയാണ് ഈ പാട്ട് പാടിയതെന്ന് ശ്യാമക്ക് മനസ്സിലാകുവാണ് കേട്ടോ. അങ്ങനെ ശ്യാമ ശ്രീയിൽ നിന്നും ആ കുട്ടിയുടെ വിവരങ്ങൾ ചോദിച്ചറിയുവാണ്. അന്നേരം ശ്രീ രാധികയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ശ്രീകൃഷ്ണപുരത്തെ ക്ഷേത്രത്തിലെ പൂജാരിയുടെ മകളാണ് രാധിക. അത് കേൾക്കുന്നതും ശ്യാമക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. അങ്ങനെ സന്തോഷത്തോടെ തിരികെ വീട്ടിലെത്തുന്ന ശ്യാമ അശ്വതിയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുക. ചേച്ചി, ഞാൻ എൻ്റെ മോളെ തിരിച്ചറിഞ്ഞു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്രീകൃഷ്ണപുരത്തെ ക്ഷേത്രത്തിലേക്ക് പോകാൻ തോന്നിയതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവിടെയാണ് എൻ്റെ മോളുള്ളത്. അവിടുത്തെ പൂജാരിയുടെ മകളാണ് എൻ്റെ മോള് രാധിക. അങ്ങനെ രാധികയെ തിരിച്ചറിഞ്ഞ സന്തോഷം അശ്വതിയുമായിട്ട് പങ്കുവെക്കുവാണ് കേട്ടോ ശ്യാമ. അത് കേൾക്കുമ്പോൾ അശ്വതിക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. പിന്നീട് നേരെ ശ്യാമ ഓടി ചെല്ലുന്നത് കണ്ണൻ്റെ അരികിലേക്ക്. തൻ്റെ മോളെ മുമ്പിലെത്തിച്ചേർന്ന കണ്ണനും നന്ദി പറയുവാണ് ശ്യാമ. ഇനിയിപ്പോൾ ഉടനെ തന്നെ ശ്യാമയും രാധികയും കൂടി നേരിൽ കണ്ടുമുട്ടുന്ന ആ മുഹൂർത്തമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു കമ്മിങ് സൂൺ പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്